ശരണ്യ, ഇന്ന് ഇടിമുട്ടയാണോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? ഇവിടെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇടിമുട്ടയാകുമ്പോ സിമ്പിൾ ആണല്ലേ? വളരെ പെട്ടെന്ന് മതി. എന്നാ നമുക്ക് വേഗം അങ്ങോട്ട് ചെയ്തേക്കാം. ഹായ് കൂട്ടുകാരെ, ഷിജു ചാന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് ഇടിമുട്ടയുടെ വീഡിയോയിലേക്ക് പോയാലോ? അതെ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്കും സുഖം തന്നെ. അപ്പൊ നമുക്ക് ഇടിമുട്ടയുടെ വീഡിയോയിലേക്ക് പോയേക്കാം. കൂട്ടുകാരെ, അങ്ങനെ അതെ ശരണ്യ അതെ എണ്ണയൊക്കെ തൂത്തണ്ടിരിക്കണല്ലേ? നല്ല ശരിക്കും എണ്ണ തൂക്കണം. അങ്ങനെ ഇഡലി പാത്രത്തിലാണ് നമ്മള് ചെയ്യുന്നത്. ചോദിച്ചിട്ടുണ്ട് ഇനി ബാക്കി ഇടി ഒഴിക്കാൻ പോയി എന്നല്ലേ? ആദ്യത്തെ കുഴപ്പമില്ലായിരുന്നു. അതെ, അത് കൂട്ടുകാരെ ഇതേ കണ്ട, അത് ഇങ്ങനെയൊക്കെയാണ് പൊട്ടിച്ചെടുക്കണം. അല്ല, ആദ്യത്തെ കാണിച്ചില്ലായിരുന്നു. കണ്ടാ റെഡിയായി. കണ്ടാ കൂട്ടുകാരെ, അങ്ങനെ മുട്ടയൊക്കെ കറക്റ്റ് നടുക്ക് തന്നെയൊക്കെ കിട്ടി. അതെ, അമ്മ വന്നുണ്ട്. അമ്മ ഒഴിക്കണമെന്ന്. അച്ഛൻ ധൃതി പാക്കിങ്ങിലാണ്. അച്ഛോ വാ. ആ, നടുക്ക് തന്നെ ഒഴിക്കണേ. അപ്പൊ അങ്ങനെ അമ്മയും കൂടി ഇതൊക്കെ കാണുമ്പോ ഒരു സന്തോഷല്ലേ? കറക്റ്റ് അതിൽ തന്നെ ഒഴിക്കുക. ഒറ്റടി ഒഴിച്ചു. ഓ, അമ്മയെ അങ്ങനെ കറക്റ്റ് ചെയ്ത് ഒരെണ്ണം ഒഴിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഇനി ഒരെണ്ണം നമ്മുടെ അച്ഛനാണ് പൊട്ടിക്കണതല്ലേ? അച്ഛൻ ദേ വന്നിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഈ അച്ഛനെയും അമ്മേനെയും കാണിച്ചില്ല. അത് അമ്മയുടെ പരീക്ഷണമാണ് അത് അല്ലേ? ഒരെണ്ണം കൂടി അല്ലേ? ഇനി ഒരെണ്ണം അച്ഛനാണ് പൊട്ടിക്കണം. താങ്ങ് കൊടുത്തിരിക്കുന്നു. അപ്പൊ കൂട്ടുകാരെ, അങ്ങനെ കണ്ടതേ രണ്ടെണ്ണം ശരണ്യം പൊട്ടിച്ച് ഒരെണ്ണം അമ്മയും വെച്ച്. ഐഡിയ പറയല്ലേ? കറക്റ്റ് ആയിട്ട് അച്ഛനും കറക്റ്റ് ആയിട്ട് ചെയ്ത് അടിപൊളി. അതെ, അങ്ങനെ അതെ 4 പൊട്ടിച്ചിട്ടുണ്ടല്ലേ? 5ഉണ്ടല്ലേ? ആ, ശരണ്യ 3 മുട്ട പൊട്ടിച്ചു. അച്ഛനും ഓരോ മുട്ടയും. അപ്പൊ അടുപ്പിലോട്ട് വെക്കാം. ആരാ വെക്കാൻ പോണോ? അച്ഛൻ പോയി പോവാ. അതെ, അപ്പൊ ഇതിനി വെന്ത് കഴിഞ്ഞിട്ട് തലയാണെന്നല്ല, വാലി. ഇല്ല, ശരണ്യ അതുപോലെ ചെയ്തു. അപ്പൊ അങ്ങനെ അതെ, എന്റെ കർത്തവ്യം ഞാൻ നടത്തി. പ്രാർത്ഥിച്ചോ ഇത്രയും വേഗം ഇത് റെഡിയാകണമെന്നല്ലേ? ഒരെണ്ണം മാത്രം അമ്മ പൊട്ടിച്ചത് മാത്രം ഇങ്ങനെ പോയല്ലേ? അതുകൊണ്ടാണല്ലേ? അതൊരു ഡിസൈൻ ആയിരുന്നു ശരണ്യ, കേട്ടാ? അപ്പൊ ഇന്ന് ഇടിമുട്ട തന്നെ ആകട്ടെ. ശരണ്യ, നമ്മുടെ കൂട്ടുകാരെ കാണിച്ചില്ലല്ലോ എന്തൊക്കെ ഐറ്റാണ്. ചേർക്കുന്ന മസാലകൾ ഞാൻ കാണിച്ചുതരാം. മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക്, മസാലപ്പൊടി, ഉപ്പ്, ഗരം മസാല, കരിവേപ്പ്. അപ്പൊ ഇത്ര സാധനങ്ങളാണ് വേണ്ടിയത്. അപ്പൊ ഇനി നമ്മുടെ മുട്ടയൊക്കെ വെന്ത് കഴിഞ്ഞാൽ പണി നടക്കത്തുള്ളൂ. അപ്പൊ അത് വേകട്ടെ. അത് വേണേ നമുക്ക് എന്ത് ചെയ്യണം? അങ്ങനെ അതെ, നമ്മൾ പാചകത്തിനിടക്കതേ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ കൂടി ഉറമരം പോയി. ഒന്ന് പറഞ്ഞു കൊടുത്തേ. അമ്മ
കൊണ്ട് ലാബിൽ പോകും. ലാബിൽ ഷുഗർ അല്ലേ, ഷുഗർ ചെക്ക് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടി പോയിട്ട് എന്നാ പോയിട്ട് വാ. കുട്ടികളെ നമ്മുടെ മുട്ടയുടെ എന്താ നമുക്ക് നോക്കണ്ടായോ? നമ്മളൊന്നും അറിയണ്ടേ, അപ്പൊ നമുക്ക് എടുത്ത് നോക്കാം. നോക്കിക്ക്. അപ്പൊ എല്ലാരും പോയി നമുക്ക് മുട്ട തുറന്ന് നോക്കാം. അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സൂപ്പർ ആയിട്ട്. അപ്പൊ നമുക്ക് തീ കെടുത്താം. നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം അല്ലേ? ഓരോന്നായിട്ട് എടുക്കുന്ന മുമ്പ് ഈ പാത്രം ഒന്ന് പൊക്കി എടുക്കണ്ടായോ? അല്ല, ഞാൻ അതേപടി വേണം ഇങ്ങോട്ട് എടുത്ത് വെച്ച് തരാം. വേണ്ടേ? എന്താ കൂട്ടുകാരെ, അപ്പൊ കൂട്ടുകാരെ നമുക്ക് ഓരോ പാത്രമായിട്ട് ആക്കി തേളിച്ചത് ഓരോന്നും മാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലേ. എനിക്കിത് കാണുമ്പോ നമ്മുടെ ഇടിയപ്പം ഇടിയപ്പല്ലേ, ഇഡലി. ഇഡലി ഇങ്ങനെയല്ലേ, ഓരോന്ന് ഇങ്ങനെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കും. ഇഡലിയാലും സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുമല്ലേ? എങ്ങനെ സംഭവിച്ചെന്നറിയാം. പക്ഷേ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ലാബിൽ പോയോണ്ടാണ് ഇപ്പൊ അവർക്ക് ഇത് കാണുമ്പോ കണ്ട കൂട്ടുകാരെ. അങ്ങനെ അതെങ്ങനെ ഓരോന്നുമായിട്ട് എടുത്ത് വെച്ച് നടുക്ക് ഏതാണ്ട് ഏത്തപ്പഴത്തിന്റെ കഷ്ണം വെച്ചിരിക്കുന്ന പോലെ ഉണ്ടല്ലേ ഇത് കണ്ടിട്ട്. ഇഡലിക്കകത്ത് വെക്കത്തില്ലേ? അപ്പൊ ഇനി നമുക്ക് മസാല പിടിട്ടണ്ടേ? ആ മസാലയൊക്കെ ഉള്ളതൊക്കെ ഒന്നുകൂടി ഒന്ന് കൂട്ടുകാരായിട്ട് പറ. കൂട്ടുകാരെ അങ്ങനെ അതെ ശരണ്യ അതെ മസാലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതങ്ങോട്ട് അപ്പൊ ഇത് കൂട്ടി എടുക്കട്ടെ. അപ്പൊ എല്ലാം ഒന്നിച്ചാക്കിയാണ് എല്ലാം കൂടി എടുത്ത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം ഒഴിക്കണേ. ആ കൈ കൊണ്ട് കുഴക്കാൻ പറ്റത്തില്ല, കാരണം അറിയാമല്ലോ. അതെ അതെ, നമ്മുടെ കൈ വരെ ഊക്കരെടുക്കും. കൂട്ടുകാരെ അങ്ങനെ അതെ മസാലയൊക്കെ കൂട്ടിയൊക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ ശരണ്യ. അതെ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ടല്ലേ? അപ്പൊ നമ്മൾ എണ്ണ ഒഴിച്ചാണ് ഇത് ചൂടാക്കുന്നത്. അതെ, ചെറുതായിട്ട് എണ്ണ ഒഴിക്കും അല്ലേ? ചെറുതായിട്ട് എണ്ണ ഒഴിച്ച് ഇതൊന്ന് നമ്മളെ ഒന്ന് മൂപ്പിച്ചെടുക്കും. മസാല വരട്ടി ഇനി നമുക്ക് ഇങ്ങനെ ഇഡലി ഉണ്ടാക്കിയിട്ട് കറി വെച്ചാൽ മതി. അപ്പൊ നല്ല രസമുണ്ട് ഇതൊക്കെ കാണാൻ. നമ്മൾ ഇനി ഇത് ഓരോന്ന് ഇട്ട് മസാല കൂട്ടി ഇട്ട് പെരട്ടണം. അങ്ങനെ ഇങ്ങനെ പെരട്ടി എടുക്കണം അല്ലേ? ആണ്. അപ്പൊ ഇനി എന്നിട്ട് വേണം ഇടാൻ. ഇതിന് അധികം എണ്ണ ചെലവൊന്നും വേണ്ട അല്ലേ? അതെ അതെ, പിള്ളേരൊക്കെ ഒരു 4 മണി വിട്ട് വരുമ്പോ പെട്ടെന്ന് കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം. പിന്നെ പിള്ളേർക്ക് എരിവ് ഇഷ്ടപ്പെടണം അല്ലേ? അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ അല്ലേ? ശരണ്യ പിന്നെ ലാസ്റ്റ് കൈ കൊണ്ട് തന്നെയൊക്കെ പെരട്ടാൻ തുടങ്ങിയല്ലേ? എന്നാലേ അത് തൃപ്തിയാകുള്ളൂ. ആ കണ്ട അതിലേക്ക് കിടന്ന് ഇത് മുട്ടയെന്ന് വറുത്തെടുക്കൊണ്ടിരിക്കുകയാണ്. ശരണ്യക്ക് എന്തോ ഒരു ഇഷ്ടം അല്ലേ? ഇതൊരു അതെ, ബാക്കി ഉള്ളിയൊക്കെ ഇങ്ങനെ വെരുത്തി എടുക്കട്ടെ അല്ലേ? ഇതിനി ഇതിന്മേ മുട്ട പിടിക്കുവാന്നൊരു സംശയം അല്ലേ? തന്നെ ബാക്കി ഉള്ളി തേച്ചണ്ടിരിക്കുകയാണ്. അതെ അതെ, അങ്ങനെ ഇതുകൂടി കൊള്ളും ശരണ്യ ആ പാത്രത്തിൽ ഒന്നിച്ചാകുമല്ല. കൊള്ളും ഒന്ന് അകത്തി വെച്ച് നോക്കൂ. ആണോ? അതെ, ടോബി വരെ അവിടെ വിളിക്കാം. ആണോ? അതെങ്ങനെ മനസ്സിലായി ശരണ്യ? ഒന്ന് മറിച്ചിട്ട് നോക്കിയാണ് എന്ത് പരുവാകുമെന്ന് നമുക്കറിയാം. മൂത്ത ഇത് മറിച്ചിടുമ്പോഴേ അത് ശരിക്കും എണ്ണ പിടിക്കുള്ളൂ. കാരണം ആ ഒരു വശം ഇങ്ങനെ പൊങ്ങിയിരിക്കണ കാരണം എണ്ണ അധികം പിടിക്കുകയല്ലല്ലോ. സൂക്ഷിക്കണം കേട്ടാ, കയ്യിലൊന്നും എണ്ണ തെറിച്ച് വീഴാതെ സൂക്ഷിക്കണം. അതെ അതെ അതെ, നല്ല ഭംഗിയുള്ള ഇടിമുട്ട അടിപൊളിയാ. കൂട്ടുകാരെ അങ്ങനെ അതെ ശരണ്യ കോരിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഒരു വശം നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ടല്ലേ? അപ്പൊ മറുവശം മറിച്ചിട്ടായിരുന്നു. പൊട്ടി തെറിച്ച് വീഴല്ലേ? അത് മറിച്ചൊന്നുകൂടി ഇട്ട് തരും. അല്ലേ? ആണോ? അല്ല ആവശ്യമല്ല, അതിന്റെ ഇപ്പഴത്തെ വശം ആണല്ലേ? ശരണ്യ ഞാൻ എടുക്കണ ഇനിയിപ്പോ ഏടിയാണ് എനിക്കത് കണ്ടിട്ട്. ശരണ്യ
ആണോ എന്നാ ബാക്കി ഉടിയൊക്കെ ഒന്ന് പെരുത്തിയിട്ടൊക്കെ കാണിക്കാം. ഒത്തിരി ഒന്നും കണ്ടതേ ചെയ്തിട്ടൊക്കെ കാണിക്കാം. കാണിക്കാം. ശരണ്യ എന്തോ അവര് വന്ന്. ഞാൻ പറഞ്ഞില്ലേ ടോബി കുറച്ചപ്പോ. അതെ അപ്പൊ ഏതാണ്ട് കറി വെക്കാനൊക്കെ മേടിച്ചിട്ടുണ്ടാ വന്നിരിക്കണം. മീനായിരിക്കും. ആ തന്നെ എന്തോ ഇതിനെ തന്നെ ഭയങ്കര മണം മറ്റേ ശ്ശോ. അല്ലേ പോയപ്പോ കണ്ടില്ല ഞാൻ ചെയ്യുന്നത്. മറന്നുപോയാ മൂക്കിലൊക്കെ കേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇണക്കിയേ തന്നെ. അപ്പൊ ഇത് കൂടി ഒന്ന് പെരുട്ടി തീർന്നാ മതി. ആ എരിവ് മസാലയുടെ പുത്തരി. അതെ അതെ അപ്പൊ ഞങ്ങൾ രാവിലെ പോയിട്ട് മതി ഒന്ന് കൈകൊണ്ട് കഴിക്കും. ശരി കൂട്ടുകാരെ, അങ്ങനെ അതെ നമ്മൾ ലാസ്റ്റ് അത് കൂടി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്നാ ചുമക്കും അല്ലേ, അതുപോലെ പൊട്ടിത്തെറിക്കും. പൊട്ടിത്തെറിക്കും. മാറി നിന്നോ, അതാണ് നല്ലത്. മൂത്ത് ആ അപ്പൊ ഇത് മൊത്തം ഇണക്കിയിട്ടേ ഇനി കാണിക്കുകയുള്ളൂ. മൊത്തം ഇടയ്ക്ക് കഴിഞ്ഞു. അപ്പൊ കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ ഇടിമുട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാരും ചെയ്ത് നോക്കണം. അതെ, എല്ലാരും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക. അതെ, എളുപ്പം ചെയ്യാം. നമ്മുടെ സ്കൂള് വിട്ട് തന്നെ പിള്ളേർക്കൊക്കെ ചെയ്യാൻ പറ്റിയവര്. അതെ, പിന്നെ എരിവ് കുറക്കണം. എരിവ് കുറക്കുക. ഇത് ഇച്ചിരി എരിവ് കൂടുതലായിരിക്കും. ചിലപ്പോ നമ്മൾ എരിച്ച് കൂടുതൽ ഇട്ടോണ്ട് ചിലപ്പോ എരിവായിരിക്കും. അതെ, അപ്പൊ കൂട്ടുകാരെ, ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ചെറിയ വീഡിയോ. അല്ല, ടേസ്റ്റ് ചെയ്യുന്നില്ല അച്ഛൻ? ഇല്ല. അതെ അതെ അതെ, ഒന്ന് തണുക്കുകയും വേണം. അത് ചൂടാ. അപ്പൊ ഇതുപോലെ നിങ്ങളും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒത്തിരി കൂട്ടുകാർ കമന്റിലൂടെയും വാട്സപ്പിലൂടെയും പേരൊക്കെ പറഞ്ഞ് ഹായ് തരാൻ പറഞ്ഞായിരുന്നു. എല്ലാവർക്കും കൂടെ ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അതെ, ഞങ്ങൾക്കും സുഖം തന്നെ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കണം. അപ്പൊ അടുത്ത വീഡിയോക്ക് വരുന്നവരെ ബൈ.